ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതാ ഒരു പാത്രത്തിലേക്ക് 2 ശർക്കര വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മെൽറ്റായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് 1 കപ്പോളം റവ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ റവയിലേക്ക് നമുക്കിതാ ഇതേ കപ്പിൽ തന്നെ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇളം ചൂടുള്ള പാലല്ലേ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റവ പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല. 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ റവ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം അരിപ്പൊടി എടുക്കാം കേട്ടോ. നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ അതുപോലെ തന്നെ 1/4 കപ്പോളം നമുക്ക് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഏകദേശം നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പോളം ഉണ്ടാകും കേട്ടോ. ഇതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ശർക്കര പാനിയുടെ അളവ് കൂടാതെ നോക്കുക കേട്ടോ, നല്ല ലൂസായി പോകാതെ നോക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ മാവ് നമുക്ക് കറക്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വെള്ളം കൂടാതെ കുറയാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ സാധാരണ നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ മതി കേട്ടോ. നമ്മൾ ശർക്കരപ്പാനി അതിന് അളവിലെടുത്താൽ മതി. അതിൽ കൂടുതൽ ഒഴിച്ചെടുക്കണ്ട കേട്ടോ. അപ്പം നല്ല ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഒരു സൈഡ് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡും കൂടി ഒന്ന് കളറ് മാറി വന്നിട്ട് ഇതൊന്ന് താണു വരും. നമ്മളിതിങ്ങനെ പൊങ്ങി വന്നിട്ടല്ലേ ഉള്ളത്. ഒന്ന് താണിട്ടിങ്ങനെ വരുന്ന ആ ഒരു സമയം വരും നമുക്കിതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമല്ലോ. അതാവുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇത്. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് എളുപ്പത്തിലൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നിരുന്നാൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു സ്നാക്കാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.